ടിക്കറ്റ് ഫിനാലെ ടാസ്ക് 1 കഴിഞ്ഞു. ഞാൻ പറഞ്ഞു അഭിഷേകാണ് ലീഡ് ചെയ്യുന്നതെന്ന്. അതുപോലെ തന്നെ അഭിഷേക് ജയിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഇതിനകത്ത് ഇവർ അലമ്പി വാരി സത്യം കാണാൻ കൊള്ളാമെന്നുള്ള ഒരൊറ്റ ടാസ്ക് ആയിരുന്നു തമിഴ് ബിഗ് ബോസിൽ കൊടുത്തിട്ടുള്ളത് സീസൺ 7 ആ ടാസ്ക്കാണ് ഈ മലയാളത്തിൽ വന്നത്. ബാക്കിയൊക്കെ തമിഴിലത് ശോകമായിരുന്നു, ലക്കായിരുന്നു. പക്ഷെ ഈ ടാസ്ക് ഇവർ അലമ്പി ഗ്രൂപ്പ് കളിച്ച് ഇവർക്ക് വേണ്ട. എസ്പെഷ്യലി സായിയും അർജുനുമാണ് വളരെ മോശം പ്ലേ ചെയ്തത്. ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു മുയൽ സുഖമായിട്ട് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ടാസ്ക് ആയിരുന്നു. ആ ടാസ്കിൽ ഇവർ എല്ലാവരുടെതും കൂടെ ഒത്തു വാരാൻ പോയി, എല്ലാവരെയും കൂടെ ഒത്ത് സേവ് ചെയ്യാൻ പോയി, 5-6 റൗണ്ട് കളിക്കട്ടെ എന്നുള്ള ലെവലിൽ കളിക്കാൻ പോയി. അവസാനം എന്ത് പറ്റി? അഭിഷേക് ജയിച്ചു. അഭിഷേക് ജയിച്ചത് അഭിഷേകിന്റെ കഴിവ് തന്നെയാണ് തന്നെ. സത്യം വേറൊരാൾ ആ ചാൻസ് വിട്ടുകൊടുക്കാൻ പോകുന്നൊരു കാര്യം എന്താണ്? ഈ ടാസ്കിൽ എനിക്കിത് വൃത്തിയായിട്ട് കളിച്ചെന്ന് തോന്നിയത് അഭിഷേകും ജിൻഡോ ആണ്. ജിൻഡോ ഒന്നും പറയാനില്ല, സൂപ്പറായിട്ട് കളിച്ചു. ജിൻഡോയും അർജുനും ശ്രീതും ഒക്കെ തമിഴ് ബിഗ് ബോസ് കണ്ടിട്ടുണ്ടെന്ന് മുമ്പത്തെ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ബലത്തിൽ ജിൻഡോ കളിച്ചു, സൂപ്പറായിട്ട് കളിച്ചു. അർജുനൊക്കെ എന്തോന്ന് കളിയുടെ കളിച്ചത്, ശ്രീതുവിനെ സപ്പോർട്ട് ചെയ്യാൻ പോയതാണ്. എനിക്ക് മാത്രമാണ് അങ്ങനെ തോന്നിയത്. അർജുനൊക്കെ നടന്ന് പറക്കുന്നു, സായി അഭിഷേകിന് വിട്ടുകൊടുക്കുന്നു, സായി കിട്ടുന്നതിന്റെ പകുതി അപ്പുറത്തെ ടീമിന് കൊടുക്കുന്നു. ഇതിനിടയിൽ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ വന്നു. ജിൻഡോ, ഋഷി, നന്ദൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ അടിയായി. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇവർക്ക് ആർക്കും വേണ്ട. ടിക്കറ്റ് ഫിനാലേക്ക് ഒരു വിലയുമില്ല. ബിഗ് ബോസ് കിടന്ന് കരഞ്ഞ് ഇത് ടിക്കറ്റ് ഫിനാലെയാണ്, ഇത് ബോധപൂർവം കളിക്കണം, ബുദ്ധിപൂർവ്വം കളിക്കണം, ഗ്രൂപ്പ് കളിക്കരുത്, ഇൻഡിവിജ്വൽ ആണെന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് എവിടെ ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ അറിയുന്ന പ്ലെയേഴ്സിനാണെങ്കിൽ അവസരം കിട്ടിയില്ല. അതിനു മുമ്പ് അവർ ഔട്ടായി. നോറയാണെങ്കിൽ മണ്ടത്തരം കാണിച്ച് ഫസ്റ്റ് തന്നെ ഔട്ടായി. ജാസ്മിൻ തൊട്ട് പിന്നാലെ ഔട്ടായി. എന്താണ് ലൈവിൽ നടക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും വീഡിയോ മുഴുവൻ കണ്ടിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്നലെ പ്രൊമോ വന്നപ്പോൾ തന്നെ ഈ ടാസ്ക് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു. അതേ സെയിം ടാസ്ക് ആണ്. ഗാർഡൻ ഏരിയയിൽ 10 പ്ലാറ്റ്ഫോം നമുക്ക് നിൽക്കാനുണ്ടാവും. ഓപ്പോസിറ്റ് 10 മൊയിലുകൾ ഉണ്ടാവും. അതിൻ്റെ പിറകിൽ കട്ടയുണ്ടാവും. പിന്നെ ഒരു മേൽക്കൂരയും ഉണ്ടാവും. ആദ്യത്തെ ബസർ ടു ബസറിനകത്ത് കട്ട വെച്ച് നമ്മുടെ മുയലിനെ ഒരു കോട്ട കെട്ടി നമ്മളതിനെ പ്രൊട്ടക്ട് ചെയ്ത് തിരിച്ച് വന്ന് പ്ലാറ്റ്ഫോമിൽ നിൽക്കണം. രണ്ടാമത്തെ ബസർ അടിക്കുന്ന സമയത്ത് സെലക്ട് ചെയ്യുന്ന 3 പേര്, കാർഡ് ഷഫിൾ ചെയ്ത് സെലക്ട് ചെയ്യുന്ന 3 പേർക്ക് മാത്രമേ മത്സരിക്കാൻ പറ്റത്തുള്ളൂ. അവർക്ക് പോയി ഈ കോട്ടയ്ക്കകത്ത് ഈ കോട്ട പൊളിച്ച് കോട്ടയിലെ മുഴുവൻ കട്ടയും നടുക്കുള്ള കളത്തിൽ കൊണ്ടിട്ടതിന് ശേഷം മുയൽ സ്വന്തമാക്കി തിരിച്ച് 1 മിനിറ്റ് സമയത്തിനകത്ത് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ മുയൽ കിട്ടും. ആ മുയൽ നമ്മൾ ആരുടെ മുയലാണോ എടുത്തത് അവർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ഫസ്റ്റ് റൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ നടക്കുന്ന റൗണ്ടിൽ നിന്നും ഔട്ടാവും. അടുത്ത് ഇതുപോലെ നമ്മുടെ കോട്ട, ഇപ്പം നമ്മുടെ കയ്യിലൊരു മുയലുണ്ട്, പക്ഷെ അടുത്ത റൗണ്ടിൽ വേറെ ആർക്കെങ്കിലും കാർഡ് ഷഫിൾ ചെയ്ത് അവരാണ് നമ്മുടെ മുയലിനെ സ്വന്തമാക്കുന്നതെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഔട്ട് ആവും. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 5 മുയൽ ഇരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഔട്ടാക്കിയത് ആരാണോ അവർക്ക് ആ മുയലെല്ലാം കൂടെ കിട്ടും. അവസാനം വരുന്ന 3 പേർക്ക് മാത്രമേ പോയിന്റ് ഉള്ളൂ. തമിഴ് ബിഗ് ബോസ് പോലെ തന്നെയാണ്, 3 പേർക്ക് മാത്രമേ പോയിന്റ് ഉള്ളൂ, 10 പേർക്കൊന്നും ഇല്ല. അതാണ്. പക്ഷേ ഇവർ അലമ്പി വാരി കളഞ്ഞു. ഇതാണ് ടാസ്ക്. ഓക്കെ, 1 മിനിറ്റിനകത്ത് തിരിച്ചെത്തണം. അങ്ങനെ നോറയാണ് ആദ്യം മണ്ടത്തരം കാണിക്കുന്നത്. കാരണം ഇവർക്ക് ആദ്യം ഇവരുടെ കളത്തിനകത്ത് മുഴുവൻ മുയലിന് കോട്ട കെട്ടാനാണ് പറയുന്നത്, ഫസ്റ്റ് ബസർ ടു ബസർ. പക്ഷേ നോറ മുഴുവൻ കട്ടയും വാരി പറക്കി കെട്ടുന്നില്ല. ഈ ടാസ്കിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആണ് കട്ടകൾ മുഴുവൻ പറക്കിക്കൊണ്ട് നടുക്കിട്ട് കഴിഞ്ഞാലേ മുയലിനെ സ്വന്തമാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കട്ടകൾ കൊണ്ട് പറക്കി ഇടാനുള്ള കട്ടകൾ നമ്മൾ അടുക്കി വെച്ച് മാക്സിമം നമ്മുടെ മുയലിനെ പ്രൊട്ടക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മുടെ മുയലിനെ ബാക്കിയുള്ളവർ അറ്റാക്ക് ചെയ്യാതിരിക്കത്തുള്ളൂ. പക്ഷേ ഇതിനകത്ത് കട്ട കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തമിഴ് ബിഗ് ബോസിലൊക്കെ എൻ്റെ മുന്നേ കുറേ കട്ട ഉണ്ടായിരുന്നു. അവർ 2 റൗണ്ടൊക്കെ അടിക്കുമ്പോഴാണ് ഒരു കട്ട ഒരു കോളത്തിലെ കട്ട ഫുള്ള് ഫിനിഷ് ആയിക്കുന്നത്. ഇവർക്ക് കമ്പാരിറ്റീവ്ലി കട്ട കുറവാണെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത്. എന്നിട്ടും ഇവരലമ്പി നോറയാണെങ്കിൽ മുഴുവൻ കട്ടയൊന്നും വെച്ചില്ല. എനിക്ക് തോന്നുന്നു ഇപ്പം ബസർ അടിക്കും എന്നുള്ള വിചാരത്തിലാണ് ഇവർ കട്ടയൊന്നും അടുക്കി പറക്കി വെക്കാതിരുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ നോറ ഫുള്ള് കട്ട അടുക്കി വെക്കുന്നില്ല, ശ്രീതു ആദ്യത്തെ കട്ട അടുക്കിയൊന്നും വെക്കുന്നില്ല. ഫസ്റ്റ് സിജോ ക്യാപ്റ്റനാണ് ഷഫിൾ ചെയ്യാനുള്ളത്. കാർഡ് ഷഫിൾ ചെയ്ത് 3 പേരെ കൊണ്ട് കാർഡ് എടുപ്പിക്കണം. അതിനകത്ത് ആരുടെയൊക്കെ പേരാണോ ആരുടെയൊക്കെ ഫോട്ടോ ആണുള്ളത് അവർക്ക് മത്സരിക്കാം. നന്ദനയും ജിൻഡോയും ശ്രീതുവാണ് കാർഡ് എടുക്കുന്നത്. ശ്രീതുവിൻ്റെയും ജാസ്മിൻ്റെയും ഋഷിയുടെയും കാർഡുകളാണ് ആദ്യം തന്നെ വരുന്നത്. അവരുടെ 3 പേരുടെയും കാർഡുകൾ വരുന്നു. അപ്പോൾ ഇവർക്ക് 3 പേർക്ക് മാത്രമേ ഫസ്റ്റ് റൗണ്ട് മത്സരിക്കാൻ പറ്റത്തുള്ളൂ. ഋഷി നേരെ പോയി നോറയുടെ ഇതിനകത്ത് കുറച്ച് കട്ടകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നോറ കുറച്ച് കട്ട വെച്ച് മാത്രമാണ് പ്രൊട്ടക്ട് ചെയ്തത്. ഇപ്പോൾ ബസർ അടിക്കുമെന്ന് പറഞ്ഞാൽ കുറച്ച് കട്ട മാത്രമേ വെച്ചുള്ളൂ. അപ്പോൾ ആ കട്ട മൊത്തം പറക്കിക്കൊണ്ട് നടുക്കിട്ടിട്ട് നോറയുടെ മുയൽ ആരെടുത്തു? ഋഷി എടുത്ത് നേരെ വന്ന് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. ബാക്കി ആരും അങ്ങനെ ജാസ്മിനും എടുക്കാൻ പറ്റുന്നില്ല, ശ്രീധുവിനും എടുക്കാൻ പറ്റുന്നില്ല.
അങ്ങനെ നോറയുടെ മുയൽ എടുത്തത് കൊണ്ട് നോറ ഓട്ടോമാറ്റിക്കലി ഗെയിമിൽ നിന്നും ഔട്ടാവുന്നു. ഋഷിക്ക് ഒരു മുയലും കിട്ടുന്നു. അങ്ങനെ അടുത്ത് ഇതിനകത്ത് മുയലുകളുടെ എണ്ണത്തിലല്ല പ്രാധാന്യം, അവസാനം വരെ എത്തുന്ന ആളിലാണ്. ആ ആളുടെ അനുസരിച്ച് ലാസ്റ്റ് പ്ലാറ്റ്ഫോമിൽ വരുന്ന ആ ഒരു ലെവലിലാണ് ഇത് പോയത്. എന്നിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, കട്ട ഫുൾ എടുത്തോ? അപ്പോൾ കളത്തിനകത്തിരിക്കുന്ന കട്ട ഫുള്ളും ഋഷി എടുത്തു, കളത്തിന് പുറത്തെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ എനിക്ക് അവിടെ കണ്ടപ്പം ബിഗ് ബോസ് ഒന്ന് നോറയെ സപ്പോർട്ട് ചെയ്യാൻ പോലെ തോന്നി. കാരണം കട്ട ഫുൾ എടുത്തോ, കട്ട ഫുൾ എടുത്തോ, കട്ട ഫുൾ എടുത്തോ, ഇങ്ങനെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എന്തൊരു കോപ്പിലെ പരിപാടി, തമിഴിൽ ഇങ്ങനെയല്ലല്ലോ നടന്നത്. കളത്തിനകത്ത് കോട്ട കെട്ടി വെച്ചിരിക്കുന്ന കട്ടകൾ, അവരൊക്കെ എല്ലാവരും നമ്മൾ ബിഗ് ബോസിലെ എല്ലാവരും കോട്ട കെട്ടുന്നു, എല്ലാവരും മുഴുവൻ കട്ടയെ യൂസ് ചെയ്ത് കോട്ട കെട്ടുന്നു. പക്ഷേ ഇവിടെ നോറ വിട്ടുകൊടുത്തതല്ല, നോറയ്ക്ക് അറിഞ്ഞുകൂടായിരുന്നു, നോറ പറ്റിപ്പോയതാണ്. അങ്ങനെ ഈ പറയുന്ന പോലെ നോറ ഫസ്റ്റ് റൗണ്ടിൽ നിന്ന് ഔട്ടാവുന്നു. പിന്നീട് രണ്ടാമത് ജാസ്മിൻ, സായി, ഋഷി ഇവരാണ് കാർഡ് എടുക്കുന്നത്. അർജുൻ്റെയും നന്ദനയുടെയും ശ്രീധുവിൻ്റെയും പേരുകളാണ് വരുന്നത്. അപ്പോൾ ഇവരാണ് രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകുന്നത്. രണ്ടാമത്തെ റൗണ്ടിലും ശ്രീധുവിന് അവസരം കിട്ടുന്നു. അർജുൻ ആണെങ്കിൽ കട്ട വിറക്കാൻ പോകുന്നതിൽ ഇങ്ങനെ പിങ്ക് പാന്തർ പോകും കണക്ക് ഇങ്ങനെ പോയി ഓരോ കട്ടയായിട്ട് പറക്കി കൊണ്ടുവന്ന് നടുക്കിടുന്നു. വെറുതെ വാഴക്കളി. ഞാൻ എൻ്റെ കണ്ടസ്റ്റൻസിനെ ആരെ ഞാൻ വാഴയെന്നൊന്നും ഞാൻ വിളിക്കലില്ല സത്യോടെ. എന്തിന് നമ്മൾ സൈബർ, പക്ഷേ ഇത് വെറും വാഴക്കളിയായിപ്പോയി. കാരണം എന്തോന്നാണ് ഇവർ ചെയ്യുന്നതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടണില്ല. പിന്നെ നന്ദന ശ്രീധുവും മോശമൊന്നുമല്ല. ഇവർ ഒറ്റ മുയലിൻ്റെ ഏതെങ്കിലും ഒരു കളം ടാർഗറ്റ് ചെയ്ത് പോയി ആ മുയൽ എടുത്തു കഴിഞ്ഞാൽ ഇവർക്കത് കിട്ടും. ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഒരാളെ ഔട്ടാക്കാതെ 2 കട്ട ഫസ്റ്റ് കോളത്തിൽ നിന്ന്, 2 കട്ട സെക്കൻഡ് കോളത്തിൽ നിന്ന്, 2 കട്ട ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അർജുൻ പക്ഷേ ഒരെണ്ണം ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അർജുൻ എടുക്കുന്നത് ഒരെണ്ണം കൊണ്ടെടുക്കും ഇടും, ഒരെണ്ണം കൊണ്ടെടുക്കും ഇടും. ഇത് 10 എണ്ണം അടുക്കി പറക്കി കൊണ്ടിടാനുള്ളതാണ്, ആ സാധനമാണ്. പക്ഷെ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ റൗണ്ട് 2 ആരും ഔട്ട് ആവണില്ല. കാരണം വെറും ശോകം, വെറും വാഴക്കളി. അടുത്ത് തേർഡ് റൗണ്ട് വരുന്നു. അർജുനും അഭിഷേകും ജിൻഡോ ആണ് കാർഡ് എടുക്കുന്നത്. അഭിഷേകിന്റെ കാർഡാണ് കിട്ടുന്നത്. അഭിഷേകിന് കിട്ടുന്നത് ജോക്കറിന്റെ കാർഡാണ്. അപ്പോൾ ജോക്കർ വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് കളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ജിൻഡോയുടെ കാർഡ് തന്നെ കിട്ടുന്നു. അങ്ങനെ അഭിഷേകിനും ജിൻഡോയ്ക്കും കളിക്കാൻ പറ്റുന്നു. ജോക്കർ വന്നതുകൊണ്ട് 3 പേര് കളിക്കാനുള്ളതിന് 2 പേർക്ക് കളിക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ അവർ പോയിട്ട് നടക്കുന്നതാണ്. ജിൻഡോ സത്യം പറയാലോ സൂപ്പറായിട്ട് ഇവിടെ പ്ലേ ചെയ്തു. ജിൻഡോ നേരെ പോയി ജാസ്മിനെ ടാർഗറ്റ് ചെയ്ത് ജാസ്മിന്റെ കളത്തിലെ കട്ട മുഴുവൻ പറക്കിയിട്ട് മുയലെടുക്കുന്നു. ഇങ്ങനെയാണ് കളിക്കാനുള്ളത്. ഞാൻ ജിൻഡോ കളിച്ചതുകൊണ്ടല്ല പറഞ്ഞത്, ഒരാളെ ടാർഗറ്റ് ചെയ്ത് പോയി അവരുടെ കട്ട മൊത്തവും പറക്കിയിട്ട് അവരുടെ മുയലെടുത്ത് തിരിച്ചു വന്ന് നിൽക്കണം. അവിടെയാണ് ഈ ഗെയിമിലുള്ള വിജയം, അവിടെയാണ് വിജയിക്കുന്നത്. അല്ലാതെ 10 പേരുടെ 2 കട്ട വീതം പറക്കിക്കൊണ്ടിരിക്കുന്നത് ക്വിക്കായിട്ട് ഫാസ്റ്റായിട്ട് കളിക്കണം. ഇതിനകത്ത് ഫാസ്റ്റായിട്ട് കളിച്ച 2 പേരെ ഞാൻ കണ്ടുള്ളൂ. ഒന്ന് ജിൻഡോയും ഒന്ന് അഭിഷേകും. ഇവർ 2 പേരും സൂപ്പറായിട്ട് കളിച്ചു. അങ്ങനെ ആ റൗണ്ടിൽ ജാസ്മിൻ ഔട്ടാവുകയാണ്. ജാസ്മിൻ്റെ മുയൽ എടുത്തുകൊണ്ട് ജാസ്മിൻ ഔട്ടാവുന്നത്. അപ്പോൾ ജിൻഡോയുടെ കയ്യിൽ ഒരു മുയലുണ്ട്. അടുത്ത് സായി, നന്ദന, ഋഷി അവരാണ് കാർഡ് എടുക്കുന്നത്. നന്ദനയുടെയും ഋഷിയുടെയും ജിൻഡോയുടെയും കാർഡുകളാണ് കിട്ടുന്നത്. അപ്പോൾ ജിൻഡോ വീണ്ടും അടുത്ത റൗണ്ടിലേക്ക് പോകുന്നു. ഇവിടെയാണ് ട്വിസ്റ്റ് നടക്കുന്നത്. സായിയും നന്ദനയും ഋഷിയാണല്ലോ. അപ്പോൾ നന്ദനയുടെയും ഋഷിയുടെയും ജിൻഡോയുടെയും കാർഡുകളാണ്. നന്ദനയും ഋഷിയും ജിൻഡോയും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ കോട്ട പൊട്ടിക്കുന്നു. അതായത് ജിൻഡോ പോയിട്ട് ഋഷിയുടെ കോട്ടയും നന്ദന ജിൻഡോയുടെ കോട്ടയും ഋഷി നന്ദനയുടെ കോട്ടയും പൊട്ടിക്കുകയാണ്. ഒരേ സമയമാണ് ഇവർ പൊട്ടിക്കുന്നത്. വിത്തിൻ സെക്കൻഡ്സിനകത്താണ്. പക്ഷെ ഇവർ ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. തേർഡ് റൗണ്ടൊക്കെ ആയപ്പോൾ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. ഋഷി ആദ്യമേ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, അതും ഇഷ്ടപ്പെട്ടു. ജിൻഡോ ഇതിനകത്ത് ആദ്യം നടക്കുന്ന സാധനം നമുക്ക് കൺഫ്യൂഷൻ ആവും. വന്ന് നിൽക്കുമ്പോൾ ബിഗ് ബോസ് ആദ്യം നന്ദനയും തിരിച്ചു വരും 3 പേരുടെ കോട്ടയും പൊട്ടുന്നു, 3 പേരുടെ മൊയിലുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്നു. അപ്പോൾ ബിഗ് ബോസ് ആദ്യം നന്ദനെ ഔട്ടാക്കുന്നു, ജിൻഡോയെ ഔട്ടാക്കുന്നു, തൊട്ട് പിറകെ ഋഷിയും കോട്ടയിൽ മൊയിലില്ലാത്തതുകൊണ്ട് ഔട്ടാക്കുന്നു. പക്ഷേ ഇതിനകത്ത് നടക്കുന്ന സാധനം ഒരു ഫാക്ട്, ഒരു സ്ലോ മോഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ജിൻഡോ ആദ്യം ഋഷിയുടെ മുയൽ എടുക്കുന്നു, അപ്പം തന്നെ ഋഷി ഔട്ടായേ. ഋഷിയുടെ മുയൽ ജിൻഡോ ആദ്യം എടുക്കണം, അപ്പം തന്നെ ഋഷി ഔട്ടായി. പിന്നെ നന്ദന ജിൻഡോയുടെ എടുക്കുകയാണ്, ജിൻഡോയുടെ മുയൽ എടുക്കുകയാണ്. അപ്പം ആരൗട്ടായി? ജിൻഡോയും ഔട്ടായി. നന്ദനയുടെ കയ്യിൽ ഈ സാധനം വരും. ജിൻഡോ ആദ്യം ഋഷി ഔട്ടാകുമ്പോൾ ഋഷിയുടെ കയ്യിൽ എത്ര മുയലുണ്ടോ അത് ജിൻഡോയുടെ കയ്യിൽ വരും. പക്ഷെ അതിൻ്റെ സ്പേസ് കിട്ടുന്നില്ല. കാരണം നന്ദന ജിൻഡോയുടെ എടുക്കുകയാണ്. അപ്പം ജിൻഡോ ഓട്ടോമാറ്റിക്കലി ഔട്ടായി ആരുടെ കയ്യിൽ പോകും? ജിൻഡോയ്ക്ക് ഋഷിയുടെ കിട്ടിയതും ജിൻഡോയുടെ കൂടെ ചേർന്ന് നന്ദനയുടെ കയ്യിലോട്ട് പോകും. എന്നിട്ട് നന്ദനയുടെ കയ്യിലിരിക്കുന്നപ്പം നന്ദനയുടെ കയ്യിൽ തന്നെ മുയലുണ്ട്. പക്ഷേ ഈ സമയം കൊണ്ട് ആരെടുക്കുന്നു? ഋഷി നന്ദനയുടെ അത് വെക്കുന്നു. അങ്ങനെ 3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കി 3 പേര് ആ റൗണ്ടിൽ നിന്ന് ഔട്ടാവുന്നു. 3 പേര് ഔട്ടാവും. പക്ഷെ അത് സൂപ്പർ പ്ലേ ആയിരുന്നു, ഒരു ട്വിസ്റ്റ് ഫുൾ പ്ലേ ആയിരുന്നു അത്. അടുത്ത്
ശ്രീധുവും അർജുനും സായിയാണ് കാർഡുകൾ എടുക്കുന്നത്. സിജോയുടെയും ശ്രീധുവിൻ്റെയും സായിയുടെയും കാർഡുകളാണ് വരുന്നത്. അവർ കളിക്കാൻ പോകുന്നു. സുഖമായിട്ട് സായി ശ്രീധുവിൻ്റെ എടുക്കുവാണ്. എന്നിട്ട് ശ്രീധുവിനും 1-2 പറക്കി കൊടുക്കുന്നുണ്ട് മുയലൊക്കെ വെറുതെ. പക്ഷേ ശ്രീധുവിൻ്റെ മുയൽ എടുത്തത് കൊണ്ട് തന്നെ ശ്രീധു ഓട്ടോമാറ്റിക്കലി ഔട്ടാവുന്നു. അങ്ങനെ സായിയുടെ കയ്യിൽ 2 മുയലാവുന്നു. സായിയുടെ കയ്യിൽ മാത്രമല്ല, ഈ പറയുന്ന ഋഷി ഇപ്പോൾ എടുത്തുകൊണ്ട് വന്ന ഋഷിയുടെ കയ്യിലിരിക്കുന്ന മുയലുകൾ, നേരത്തെ ഋഷി എടുത്തുകൊണ്ട് വന്ന റൗണ്ടുകൾ മുയലുകൾ ഋഷിയുടെ കയ്യിൽ മൊത്തം മുയലും കിട്ടുന്നുണ്ടെങ്കിൽ ആ മുയൽ മൊത്തം പറക്കിക്കൊണ്ട് തിരിച്ച് കോളത്തിൽ വെക്കാൻ ബിഗ് ബോസ് പറയുന്നു. കാരണം ഋഷി ഔട്ടായല്ലോ. അപ്പൊ ഋഷിയുടെ കോളത്തിൽ കൊണ്ടുവന്ന് നോക്കിയത് ഈ മണ്ടന്മാർക്ക്, ഈ ബുദ്ധിയില്ലാത്ത അബദ്ധങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? ഈ ഋഷിയുടെ കോളത്തിനകത്ത് 3 മുയലുണ്ട്. ഈ 3 മുയൽ പോയി എടുത്തുകൊണ്ട് വന്ന് നിന്നാൽ മതിയായിരുന്നു. ഇവർക്ക് ബുദ്ധിയില്ല, ഇവർ ബുദ്ധി കാണിച്ചില്ല. അതേസമയം സായി എല്ലാം കഴിഞ്ഞ് അവസാനം 2 എടുത്തിട്ട് 1 ശ്രീധുവിന് കൂടെ കൊടുത്തു. പക്ഷെ ശ്രീധുവിന്റെ ഓട്ടോമാറ്റിക്കലി സായി എടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ശ്രീധു ഔട്ടായി. ശ്രീധുവിന്റെ കയ്യിലിരിക്കുന്ന സാധനം ആർക്ക് കിട്ടി? സായിക്ക് കിട്ടി. അടുത്ത് സായി, അർജുൻ, അഭിഷേകാണ് കാർഡുകൾ എടുക്കുന്നത്. ജോക്കറും സായിയും അഭിഷേകമാണ് കിട്ടുന്നത്. അപ്പോൾ സായി അഭിഷേകം കൂടെയാണ് മത്സരിക്കാൻ പോകുന്നത്. ഇവർ സായി അഭിഷേകം കൂടെ മത്സരിക്കാൻ പോകുന്നു. മത്സരിക്കാൻ പോയിട്ട് സിജോടതും അർജുൻ്റെ അതും എടുക്കുന്നു. അങ്ങനെ അവരും ഈ റൗണ്ടിൽ നിന്ന് ഔട്ടാവുന്നു. ഓക്കെ, സൂപ്പറായിരുന്നു. അപ്പോൾ ബാക്കി അഭിഷേകും സായി മാത്രം വരുന്നു. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു എന്തൊരു കഷ്ടമാണിത്, എന്തൊരു ട്വിസ്റ്റാണിത്. അപ്പോൾ ആരാണോ ഇനി പോയി കോട്ട തകർത്ത് പ്ലാറ്റ്ഫോമിൽ തിരിച്ചെത്തുന്നത് അവർക്കാണ് 3 പോയിന്റ് കിട്ടാൻ പോകുന്നത്. അങ്ങനെ സായി കളിക്കുന്നില്ല. സായിക്ക് വേണ്ടെന്നുള്ള മട്ടാണ്. സായി പോയിട്ട് പയ്യെ അഭിഷേകിൻ്റെ അത് പറക്കിയിടുന്നു. ഇനി ഇവരുടെ 2 കോട്ടയല്ലേ ഉള്ളൂ. സായി അഭിഷേകിൻ്റെ കോട്ട, അഭിഷേക് സായിയുടെ കോട്ട. പക്ഷെ അഭിഷേക് അവിടെ സൂപ്പറായിട്ട് സായിയുടെ കോട്ട പടപട കൊണ്ടിട്ട് സായിയുടെ മുയൽ എടുത്തുകൊണ്ടെന്ന് തിരിച്ചു നിൽക്കുന്നു. പക്ഷെ സെക്കൻഡ്സിനുള്ളിൽ സായിക്ക് കയറാമെന്ന്. പക്ഷെ സായി എന്ത് ചെയ്യുന്നില്ല, വന്നിട്ട് വേണ്ട അഭിഷേക് കയറിക്കോട്ടെ എന്നുള്ള മൈൻഡിൽ സായി ഒഴിഞ്ഞു കൊടുത്ത് അഭിഷേക് ഈ ടാസ്കിൽ ജയിക്കുന്നു. 3 പോയിന്റ്. തൊട്ട് താഴെ സായി 2 പോയിന്റ്. അതിന് തൊട്ട് മുമ്പ് അർജുനും സായിയും ഒരുമിച്ച് ഔട്ടായതുകൊണ്ട് അവർക്ക് പോയിന്റ് ഒന്നും ഇല്ല. അപ്പം ടിക്കറ്റ് ഫിനാലയിൽ ഇപ്പോഴത്തെ പോയിന്റിന്റെ നിലവാരം അഭിഷേകിന് 3 പോയിന്റ്, സായിക്ക് 2 പോയിന്റ്. ടിക്കറ്റ് ഫിനാലെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഋഷിക്കും ജാസ്മിനും ഓരോ പോയിന്റ് വെച്ച് കിട്ടിയിരുന്നു. അപ്പോൾ അവർക്ക് 1 പോയിന്റ്. ഇതാണ് നടക്കുന്നത്. പക്ഷേ ഇത് അലമ്പി വാരി അവർ സുഖമായിട്ട് ഇവർക്ക് ഒരു ഗ്രൂപ്പ്, ഒരു പർട്ടിക്കുലർ വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് കളിക്കാമായിരുന്നു. അവസാനം അഭിഷേക് ടാർഗറ്റ് ചെയ്തതുപോലെയും തുടക്കത്തിൽ ജിൻഡോ ടാർഗറ്റ് ചെയ്തതുപോലെയും കളിക്കാറുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അവർ 2 പേരാണ് ഇതിനകത്ത് സൂപ്പറായിട്ട് പ്ലേ ചെയ്തത്. വേറെ ആരും പ്ലേ ചെയ്തില്ല. പ്ലേ ചെയ്യാൻ അറിയാമെന്നുള്ളവർക്ക് അവസരവും കിട്ടിയില്ല. അതെ. അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റുകളും വിശേഷങ്ങളായിട്ട് ഞാൻ വരാം. മൊത്തം തമിഴ് ബിഗ് ബോസിൽ 5 ടാസ്കുകൾ എന്തേ ഉണ്ടായിരുന്നുള്ളൂ ടിക്കറ്റ് ഫിനാലേക്ക്. ഇതും ഇനി അതുപോലെ ആവുമോ എന്തോ നോക്കാം. അതോ 10 വരുമോ എന്തോ നോക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.